കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം, മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും കർത്താവരുളുന്ന വചനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 16. ദൈവം വൈകുന്നത് പോലെ തോന്നിയാലും അവിടുന്ന് ഒരിക്കലും വൈകുന്നില്ല. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകനുണ്ടായിരുന്നു. വർഷങ്ങളായി കഷ്ടപ്പെട്ട് കൃഷി ചെയ്തെങ്കിലും വിളവ് ലഭിച്ചില്ല. ഒരു ദിവസം അയാൾ വിതച്ച വിത്തുകൾ മഴയില്ലാതെ ഉണങ്ങിപ്പോകുന്നത് കണ്ട് നിരാശ. ദൈവമേ, എന്തുകൊണ്ടാണ് നീ എന്നെ സഹായിക്കാൻ എന്നവൻ പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശക്തമായ മഴ. ഉണങ്ങിയെന്ന് കരുതിയ വിത്തുകൾ മുളച്ചു. ആ വർഷം ഗ്രാമത്തിലെ ഏറ്റവും നല്ല വിളവ് അയാൾ കരുതി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വൈകി എന്ന് കരുതിയത് ദൈവത്തിന്റെ ഏറ്റവും നല്ല സമയമായി. ഇതാണ് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. ലാസർ രോഗിയായപ്പോൾ മർത്തയും മറിയയും യേശുവിനെ വിളിച്ചു. എന്നാൽ യേശു ഉടനെ വന്നില്ല. മനുഷ്യരുടെ കാഴ്ചയിൽ അത് വൈകിയായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഈ രോഗം മരണത്തിനല്ല, ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാമത്തെ വചനം. ദൈവം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ മറുപടി നൽകണമെന്ന്, എന്നാൽ അവിടുത്തെ നിശബ്ദത ഉപേക്ഷിക്കാൻ വലിയ അനുഗ്രഹങ്ങളുടെ ഒരുക്കം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വചനം. മരണത്തെ പോലും ഒരു ഉറക്കമായി കാണുന്നവനാണ് യേശു. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിരാശയ്ക്ക് അവസാനം വാക്കില്ല. ഈ ഭാഗത്തിൽ തോമാസിന്റെ വിശ്വാസവും ശ്രദ്ധേയതയും. മറ്റു ശിഷ്യന്മാർ ഭയപ്പെട്ടപ്പോൾ തോമസ് പറഞ്ഞു, നമുക്ക് പോകാം, അവനോട് കൂടെ മരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 7-ാം. അത് ധൈര്യത്തിന്റെയും ഗുരുവിനോടുള്ള വിശ്വസ്തയുടെയും അടയാളമാണ്. ജീവിത സന്ദേശം ദൈവം വൈകുന്നത് പോലെ തോന്നിയാലും അവിടുന്ന് ശരിയായ സമയത്താണ് പ്രവർത്തിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം ലഭിക്കാത്തപ്പോൾ വിശ്വാസം നഷ്ടപ്പെടപ്പെടും. യേശുവിന്റെ സാന്നിധ്യത്തിൽ മരണം പോലും പ്രത്യാശയുടെ വാതിലാണ്. തോമാസിനെ പോലെ ഏത് സാഹചര്യത്തിലും യേശുവിനെ അനുഗമിക്കുവാൻ ഉള്ള ധൈര്യം ഉണ്ടാകണം. പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിലും ലാസറിന്റെ സാഹചര്യം ഉണ്ടാകും. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിരാശ. എന്നാൽ യേശു ഇന്ന് നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ശരിയായ സമയത്ത് എത്തും എന്ന്. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ കർത്താവിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ സമയം എപ്പോഴും ഏറ്റവും നല്ല സമയമാണ്. കർത്താവായ യേശുവേ, ചിലപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വൈകുന്നത് പോലെ തോന്നുമ്പോൾ ഞങ്ങൾ നിരാശ. അത്തരം നിമിഷങ്ങളിൽ അങ്ങയുടെ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. ഭയത്തേക്കാൾ വിശ്വാസം, സംശയത്തേക്കാൾ പ്രത്യാശ, നിരാശയേക്കാൾ ധൈര്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലാസറിനെ സ്നേഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെയും രോഗികളെയും വേദനിക്കുന്നവരെയും കണ്ണീരോടെ ജീവിക്കുന്നവരെയും അങ്ങ് കരുണയോടെ അനുഗ്രഹിക്കണം. രോഗികൾക്ക് സൗഖ്യമോ ദുഃഖിതർക്ക് ആശ്വാസം, വഴിതെറ്റിയവർക്ക് ശരിയായ വഴിയും വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് പുതുജീവനം നൽകണം. തോമാസ്ലിഹായെ പോലെ ഏത് സാഹചര്യത്തിലും അങ്ങയെ അനുഗമിക്കുവാനുള്ള ധൈര്യവും വിശ്വസ്തയും ഞങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി സാക്ഷ്യം വഹിക്കുന്നതാകട്ടെ. ആമേൻ.